ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 4mm ബ്ലാക്ക് ബീഡ്സും അതേപോലെ മൈക്രോ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്ലേറ്റഡിൻ്റെ 3 3 ഹോൾ കണക്ടറാണ് വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 4ഉം 5ൻ്റെ ഒക്കെ ഉണ്ട്, വലിയ കണക്ടറും ഉണ്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇതേപോലെ കണക്ടർ ഇട്ട് കൊടുക്കുകയാണ്. നടുക്കത്തെ പോർഷനിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ കഴുത്തിൻ്റെ സൈസൊന്നും അറിയില്ലെങ്കിൽ ഇതേപോലെ നടുക്ക് ബീഡ്സ് 2 സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന പോലെ. അപ്പം ആദ്യം ഞാൻ 2 ഇട്ടു, ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ 2 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ സെൻറ്ററിൽ വരുന്നതിന് 2, പിന്നെ 6 2 6 2 ബീഡ്സ് അങ്ങനെ കോർത്ത് ഫുൾ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇതേപോലെ. അപ്പോൾ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് മറന്നുപോലെ 2 സൈഡിലും പ്ലേറ്റിൻ്റെ. അതേപോലെ നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുന്ന ഇടയിൽ ചിലപ്പോൾ ഗോൾഡൻ ബീഡ്സൊക്കെ മിസ്സായിപ്പോയാൽ സ്റ്റാർട്ടിങ് മുതൽ ചെയ്യേണ്ടി വരും, എവിടെയാണോ പോയത് അവിടെ നിന്ന്. അപ്പോൾ ഇതേപോലെ അടുത്ത് ഞാൻ സെക്കൻഡ് ഹോളിലേക്ക് ബീഡ്സ് ഇട്ടു, ഗോൾഡിൻ്റെ 2 സൈഡിലും ഇട്ട് കഴിഞ്ഞ് 4 ബീഡ്സാണ് കയറ്റുന്നത്. അപ്പം നടുക്കത്തെ ലൈൻ ഫുള്ളി 4 ബീഡ്സാണ് വരുന്നത്. അപ്പോൾ 4 ബീഡ് ഗോൾഡൻ ബീഡ്, പിന്നെ പ്ലേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക, പിന്നെയും ഗോൾഡൻ 4 ബീഡ്, അങ്ങനെ ഫുള്ള് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 2 സൈഡിൽ വരുന്നതിനാണ് 1 6ഉം പിന്നെ 2 6 2 6 2 നടുക്ക് മാത്രം വരുമ്പോൾ, ലാസ്റ്റിൻ്റെ നടുക്ക് മാത്രം വരുമ്പോൾ 2 വീതമാണ് വരുന്നത്. പിന്നെയും 6 4 അങ്ങനെയാണ് പോകുന്നത്. നമുക്കിത് ഫുള്ളി ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാം, നമുക്ക് വാട്സാപ്പിൽ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ അതിൽ നിന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമ്മുടെ കയ്യിൽ മൈക്രോയുടെ കുറേ വേറെ അധികം ക്യാപ്പുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷിംഗ് വെയർ ആണ്. അപ്പോൾ ഫിഷിംഗ് വെയർ ആണെങ്കിൽ തന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് വേഗം ഒന്നും പൊട്ടിപ്പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതല്ല ഗിയർ വയർ കൊടുക്കണമെങ്കിൽ ഗിയർ വയർ കൊടുക്കാം, പക്ഷെ അത് നമുക്ക് ഈ വടി പോലെ നിൽക്കും, അതാണ് അതിൻ്റെ പ്രശ്നം. ഇതേപോലെ ഒരു സൈഡിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തന്ന ഫോട്ടോ ഇത് ഞാൻ അവസാനം ഇതേപോലെ തന്നെ ഇപ്പുറം സൈഡ് ചെയ്യും ലോക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡും നമ്മൾ 3ാമത്തെ ബീഡ്സും കോർക്കുകയാണ്. ഇതേപോലെ 2 6 2 6 ഓപ്പോസിറ്റ് നടുക്ക് മാത്രമാണ് 4 പോകുന്നത്. ബാക്കി ആദ്യത്തെ ലൈൻ 2 ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ 6, അപ്പുറത്തെ സൈഡിൽ 6 വരുമ്പോൾ ഇപ്പുറത്ത് നടുക്ക് 2 അങ്ങനെ. പക്ഷെ നടുക്ക് മാത്രം 4 ബീഡ്സ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇതേപോലെ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ എൻ്റെ കൈയുടെ നേരെ താഴെ ഉള്ളത് 2 ബീഡ്സാണ്, 2 2 അടിയിൽ 6 6 അങ്ങനെ. പക്ഷേ ബാക്കിയെല്ലാം വരുമ്പോൾ 2 ആണെങ്കിൽ ഓപ്പോസിറ്റ് 6 ഇതേപോലെയാണ് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ ക്യാപ്പ് ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഫിഷിംഗ് ഹുക്ക് വെച്ച് ലോക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെ. ഇതാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് ഗോൾഡ് ആണെന്ന് തന്നെ തോന്നുന്നു. നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്